ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് ഇഫി ആൻഡ് ഫീത. ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ബുള്ളറ്റ് ജേർണലിങ്. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടു ഡു ലിസ്റ്റാണ്. ഞാനിതൊരു സ്കൈ തീമിലാണ് ചെയ്യുന്നത്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള രീതിയിൽ കുറേ നല്ല കവായ് സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. അത് ഞാനൊരു ക്ലൗഡ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ ടു ഡു ലിസ്റ്റിൻ്റെ ആ ഒരു ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ബ്രഷ് പെൻസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഈ ജേർണലിങ്ങും പരിപാടികളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു 4th 5th പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ചിടുകയും കുറേ എന്തൊക്കെയോ വലിയ പ്ലാനിങ്ങുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അന്ന് ഈ ജേർണലിങ് അല്ലെങ്കിൽ ബുള്ളറ്റ് ജേർണൽ എന്നൊന്നും പറയുന്ന സംഭവത്തിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല. പിൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഇത് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ട്രോള് കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ ഈ ജേർണലിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും, ഞാൻ ഇന്ന് മുതൽ നന്നായി, ഇനി അങ്ങോട്ട് ഞാൻ നല്ല രീതിയിൽ മാറും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, മടി മാറ്റി വെക്കും, പല കാര്യങ്ങളും പറയും. പക്ഷേ എല്ലാവർക്കും അറിയാം ഒരു 1 വീക്കൊക്കെ എനിക്ക് കൺസിസ്റ്റൻസി നല്ല രീതിയിൽ കുറവാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഈ ബുക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കും. പിന്നെയും ഞാൻ കൊണ്ടുവന്ന് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെയും നന്നാവും, പിന്നെയും അവിടെ കിടക്കും. അപ്പം ഇത് കാണുമ്പോൾ എപ്പോൾ എന്നെ കളിയാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈവൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൊളീഗ്സ് ആയാലും കുട്ടികളായാലും ഒക്കെ എന്നോട് ചോദിക്കില്ല, മാം തുടങ്ങിയില്ലേ ബുക്കായിട്ട് എന്നുള്ളൊരു ട്രോൾ എപ്പോഴും കിട്ടാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് എന്നെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മയാണ് ഇട്ടുണ്ടാവാറ്. ഏതായാലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ആ ക്ലൗഡ് കൊടുത്തതിൻ്റെ ഉള്ളിൽ ഡേറ്റും അതുപോലെ ഇപ്പുറത്ത് ജസ്റ്റ് ടു ഡു എന്നുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പുറത്ത് നമ്മൾ പ്രയോറിറ്റീസ്, നമ്മൾ ഈ കൊടുത്ത ടു ഡു ലിസ്റ്റിൽ തന്നെ നമുക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റീസിൻ്റെ ഒരു ലിസ്റ്റും കൂടെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊക്കെ മാച്ച് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ ഇതിലേക്ക് കവായ് തീമിലുള്ള സ്റ്റിക്കേഴ്സ് ഇതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ സ്കൈ തീമൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല കേട്ടോ തുടങ്ങിയത്. പക്ഷേ ഫസ്റ്റ് ആ ക്ലൗഡ് വരച്ച് പിന്നെ ഓരോന്നും ചെയ്ത് വന്നപ്പോൾ എനിക്ക് ആ ഒരു തീമിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ നല്ല സ്റ്റിക്കേഴ്സ് കണ്ടപ്പം നമ്മൾ ആ ഒരു തീമിലേക്ക് അങ്ങ് മാറ്റുകയാണ് ചെയ്തത്. അപ്പം ഏതായാലും ചെയ്ത് വന്നപ്പം ഒരു ഭംഗിയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സംഭവം ക്യൂട്ടല്ലേ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.